നല്ല സ്ട്രോങ് കാല് ബാക്കിൽ ഇങ്ങോട്ട് വളയരുത്, ബാക്കിൽ സ്ട്രൈറ്റ് ആയിട്ട് അല്ലെങ്കിലും ഇങ്ങനെ അങ്ങനെ കണ്ടോളൂ. ഇങ്ങനെ കണ്ടില്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കണം, സ്ട്രോങ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങനെ സ്ട്രോങ് കിട്ടൂല. കുറച്ച് സ്ട്രോങ് കുറച്ച് ഇങ്ങനെ ഈ ഇതിലിങ്ങനെ 90 ഡിഗ്രി ആയിട്ട് കാലിന്റെ മുട്ടിൽ ബലം കൊടുക്കണം. കാലിന്റെ മുട്ടിൽ ബലം കൊടുത്ത് ലെവലിൽ നിൽക്കണം. കൈയുള്ള പ്രശ്നമല്ല, കൈ അല്പം വളയും. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല ഉണ്ട്, ഇങ്ങനെയുണ്ട്. പിന്നെ നോട്ടം റുക്കുവിൻ്റെ സുജൂദിന്റെ ഭാഗത്തേക്ക് തന്നെ. പിന്നീട് എഴുന്നേൽക്കുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോഴും കൈ പൊന്തിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയേണ്ടത്. അവിടെയൊക്കെ പല ആളും പിശുക്കുക, ഇങ്ങനെ കുറച്ചേ എത്രയിലുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. ശരിക്കും നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം പോലെ തന്നെ കൈ ഉയർത്തിയിട്ട് എന്ത് ചെയ്യണം? സമി അല്ലാഹു ലിമൻ ഹമിദ താത്തണം. അത് നേരെ നിൽക്കുകയും വേണം. നിന്നിട്ട് കുല്ലു ഫഖാരിൻ മക്കാനഹുന, എല്ലാ ഓരോ എല്ലുകളും വാരിയെല്ലുകളും അതാതിൻ്റെ സ്ഥാനത്ത് വരുന്നത് പോലെ ചെയ്യണം. അതൊക്കെ പറഞ്ഞുതരാം. അതിനുമുമ്പ് ഈ റുക്കൂഉം സുജൂദും പൂർത്തിയാക്കാത്തവരെ സംബന്ധിച്ചുള്ള ഹദീസ് നല്ലോണം മനസ്സിലാക്കണം. അസ്വ ഉന്നാസി സർഖത്തൻ അല്ലദി യസ്രിഖു മിൻ സ്വലാത്തിഹി, ഏറ്റവും തരം താഴ്ന്ന കള്ളൻ നിസ്കാരത്തിൽ കളവ് നടത്തുന്നവനാണ്. ഖാലു യാ റസൂലല്ലാഹ് വകൈഫ യസ്രിഖു മിൻ സ്വലാത്തിഹി, നിസ്കാരത്തിന് എങ്ങനെയാണ് മോഷണം നടത്തുക? ഖാല ലാ യുതിമ്മു റുകൂഅഹാ വസുജൂദഹാ, അയാളുടെ റുക്കൂഉം സുജൂദും പൂർത്തിയാക്കുകയില്ല. റുക്കൂഉം സുജൂദും പൂർത്തിയാക്കാതിരിക്കൽ നമസ്കാരത്തിൽ നിന്നുള്ള മോഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ ഇന്നഹു യാ മഅശറൽ മുസ്ലിമീൻ ഇന്നഹു ലാ സ്വലാത്ത ലിമൻ ലാ യുഖീമു സുൽബഹു ഫിർ റുകൂഇ വസുജൂദ്, റുക്കൂഇലും സുജൂദിലും നട്ടെല്ലു നിവർത്തി വെക്കാത്തവന് നമസ്കാരമില്ല. അപ്പോൾ ഈ നട്ടലുണ്ടല്ലോ അത് നിവർത്തി ലെവലാക്കി വെക്കണം. സുജൂദിലും വേണം. ഇപ്പോൾ സുജൂദിലും റാ നെയ്തിയമാതിരല്ല വെക്കണ്ട്, ലെവലിൽ വെക്കണ്ട്. റുക്കൂയിലും സുജൂദിലും നട്ടെല്ല് നിവർത്തി വെക്കണം എന്ന് വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു റിവായത്തിൽ ലാ തുജ്സി സ്വലാത്തുർ റജുലി ഹത്താ യുഖീമ ലഹ്റഹു ഫിർ റുകൂഇ വസുജൂദ്, റുക്കൂയിലും സുജൂദിലും നടു നിവർത്തി വെക്കാത്തവന്, കാമ എന്ന് പറഞ്ഞാൽ വളവില്ലാതെ വെക്കുക, അല്ലാത്തവൻ്റെ നമസ്കാരം ശരിയാകുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി റുക്കൂയിലുള്ള പ്രാർത്ഥനകൾ സുബ്ഹാന റബ്ബിയൽ അലീം 3 പ്രാവശ്യം, അതിനേക്കാൾ സമയം കിട്ടുകയാണെങ്കിൽ വീണ്ടും ചെല്ലാം, ഇമാമ് ചെല്ലില്ലെങ്കിൽ വീണ്ടും ചെല്ലാം. പിന്നെ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദികല്ലാഹുമ്മ ഗഫിർലി, അതുപോലെ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്, പിന്നെ അല്ലാഹുമ്മ ലക റകഅതു വബിക ആമന്തു വലക അസ്ലംതു ഖശഅ ലക സമഇ വബസരി വമുഖി വഅൽമി വഅസബി വമസ്തഖല്ലത് ബിഹി ഖദമി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ 6-7 പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്നും ഒന്നെന്നെ ചെല്ലണമെന്നില്ല, ഇന്നൊന്നുമല്ല നാളൊന്നുമല്ല. പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ 1-2 ആവർത്തിച്ച് ചൊല്ലാവുന്നതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റുക്കൂഉം സുജൂദുമൊക്കെ ഏതാണ്ട് ഒരേ അളവിൽ തന്നെ ചെയ്തിരുന്നത്. സുജൂദിൻ്റെ പോലെ തന്നെ അല്പം ദീർഘമായി റുക്കൂഉം ചെയ്തത് കാണാൻ സാധിക്കും. ചില ആളുകൾ റുക്കൂയിൽ തീരെ സമയം എടുക്കില്ല, കുറച്ചടങ്ങാറാണല്ലോ, പെട്ടെന്ന് അവിടെ പോയിട്ട് വരും. ഇമാമ് പോരാ നേരത്തൊന്നും പോയിട്ട് റബ്ബർ പന്ത് തളത്ത് എത്തിയവർ ഒറ്റ പോരല്ല, അത് പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ എഴുത്തിദാല് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് നടു നിവർത്തി നേരെ നിൽക്കണം. ഹത്താ യസ്തവിയ ഖായിമൻ വകാന ഇദാ റഫഅ റഅസഹു ഇസ്തവ ഹത്താ യഉദ കുല്ലു ഫഖാരിൻ മകാനഹു, എല്ലാ ഓരോ വാരിയെല്ലും അതാതിൻ്റെ സ്ഥാനത്ത് വരുന്നത് വരെ ശരിക്ക് നിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? റബ്ബന ലകൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഇത മിൻ ഷൈഇൻ ബഅദ
പിന്നെ ചില റിവായത്തിൽ ഇത്രയും കൂടിയുണ്ട്, അഹ്ല സനാഇ വൽ മജിദ് അഹഖു മാ ഖാലൽ അബ്ദ് അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഒരു 10ഓളം പ്രാർത്ഥനകൾ എന്തുണ്ട് ഈത്തിദാലിൽ റിവായത്ത് ചെയ്യപ്പെടുന്നതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടോക്കെ ചൊല്ലാവുന്നതാണ്. പിന്നെ ഹനഫികൾ തീരെ ഒന്നും ചൊല്ലുമല്ലോ, പക്ഷേ എല്ലാവരും എന്നെ അപ്പോഴത്തേന് പോകും സുജൂദിലേക്ക്, തീരെ നിൽക്കില്ല, അടങ്ങില്ല, അത് പാടില്ലാത്തതാണ്. പിന്നെ എഴുത്തിദാലിൽ മഅ്മൂം പറയണം സമയല്ലാഹി വന്നമിത, ഇമാമും പറയണം. അത് ഒരു ഹദീസിൽ നിന്ന് ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയതാ. എന്ത് ഇമാം സമയല്ലാഹി വന്നമിത എന്ന് പറഞ്ഞാൽ നിങ്ങൾ റബ്ബനാ ലക്കൽ ഹംദു എന്ന് പറയണം. അപ്പോൾ അതിന് എന്താക്കി സമയല്ലാഹി വന്നമിത ഇമാമും പറയാം, റബ്ബനാ ലക്കൽ ഹംദു മഅ്മൂമും പറയാം. അപ്പോൾ ഇമാം റബ്ബനാ ലക്കൽ ഹംദു പറയണ്ടേ? വേണം. അപ്പോൾ അതിന് വേറെ ഹദീസ് ഉണ്ട്. എന്നാൽ മഅ്മൂം സമയല്ലാഹി എന്ന് പറഞ്ഞാൽ അതിന് വേറെ ഹദീസ് ഉണ്ട്. മനസ്സിലായില്ലേ? ആ ഒരൊറ്റ ഹദീസ് വെച്ചിട്ടാണ് ഇവരിതി പറയണത്. ഇമാം സമയല്ലാഹി ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റബ്ബനാ ലക്കൽ ഹംദു എന്ന് പറയണമെന്ന് പറഞ്ഞ ഹദീസിൻ്റെ ഉദ്ദേശം ഇമാം സമയല്ലാഹി ലിമൻ ഹമിദ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടൂ, റബ്ബനാ ലക്കൽ ഹംദു എന്ന് പറയാൻ പാടൂ എന്നാണ്. അല്ലാതെ ഇമാം സമയല്ലാഹി ലിമൻ ഹമിദിയും മഅ്മൂം റബ്ബനാ ലക്കൽ ഹംദു ഓരിയക്കലല്ല. മനസ്സിലായില്ലേ? രണ്ടാളും പറയണം. അങ്ങനെയാണ് ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത്. പിന്നെ സമയല്ലാഹി ലിമൻ ഹമിദ കൈ കെട്ടുന്ന ഒരു സമ്പ്രദായമുണ്ട്. സൗദി അറേബ്യയിൽ പലയിടത്തും അതുണ്ട്. കൈ കെട്ടുകയും കെട്ടാതിരിക്കുകയും ചെയ്യാമെന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസൊക്കെ പറഞ്ഞിട്ടുള്ളത്. വാസ്തവത്തിൽ ഈ കൈകൾ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കിയിരുന്നു എന്ന് ഹദീസുണ്ട്. എൻ്റെ മുൻ അവസ്ഥയിലേക്ക് മടക്കി. അപ്പോൾ ഈ മുൻ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിൽ തർക്കമുണ്ടായി. മുൻ അവസ്ഥ കൈ കെട്ടിയിട്ടാണ് റുക്കൂയിലേക്ക് പോയത്, അതുകൊണ്ട് അതാണ് മുൻ അവസ്ഥ, അതുകൊണ്ട് കെട്ടണം എന്നൊരു കൂട്ടർ. അല്ല, കൈ അയച്ചിട്ടിട്ടാണല്ലോ റുക്കൂയിലേക്ക് പോയത്, അതുകൊണ്ട് അയച്ചിടണം. അപ്പോൾ അവർ ഒരിക്കലും തീർത്താ തീരാത്തൊരു അഭിപ്രായ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് രണ്ടും ആവാമെന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് അവസാനം ഫത്വ കൊടുത്തത്. ഷെയ്ഖ് അൽബാനി ആദ്യകാലത്ത് കൈ കെട്ടുന്നത് ബിദ്അത്താണെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി എന്നാണ് ചില പണ്ഡിതന്മാരെ സംബന്ധിച്ച് പറഞ്ഞത്. ബിദ്അത്താന്ന് പറയേണ്ടതില്ല, പക്ഷേ അദ്ദേഹം കൈ കെട്ടേണ്ടതില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. നമ്മൾ ചെയ്യുന്നത് പോലെ കൈ താഴ്ത്തിയിടാണ് വേണ്ടതെന്നാണ് ഷെയ്ഖ് അൽബാനിയുടെ സിഫത്തു സ്വലാത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ സുജൂദിലേക്ക് പോകണം. സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് പോകും. പക്ഷെ സുജൂദിലേക്ക് പോകുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം കൈയാണ് വെക്കേണ്ടത്. സുജൂദിലേക്ക് പോകുമ്പോൾ ഇതേ ചുണ്ടുവല്ലാതെ വരലാണ്. ക്യാമറയിൽ നിങ്ങൾ ഉറക്കം വരുന്നു. അപ്പോൾ സുജൂദിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം വെക്കേണ്ടത് കൈയാണ്, മുട്ടുകാലല്ല. അത് പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ നിങ്ങൾ മുട്ടുകുത്തരുത്. ഇദാ സജദ അഹദുക്കും ഫലാ യബ്റുക് കമാ യബ്റുകുൽ ബഈർ വൽയള യദൈഹി ഖബ്ല റുക്ബതൈഹി. നിങ്ങളിൽ ഒരാൾ സുജൂദ് ചെയ്യുമ്പോൾ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത്. അയാളുടെ രണ്ട് കൈയും വെക്കട്ടെ മുട്ടുകാല് വെക്കുന്നതിന് മുമ്പ്. ഒട്ടകം എന്താ വെക്കുക? ഇവിടെ വന്നുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ, ഒട്ടകം 4 കാലും നിലത്ത് തന്നെയാണല്ലോ ഉള്ളത്. ആദ്യം മുൻകാല് ആണ് മടക്കും, മുൻകാലിലേ മുട്ടുള്ളൂ, പിൻകാലിൽ മുട്ടില്ല. നമ്മളെ നാട്ടിലിപ്പോൾ ആട് ഒട്ടകത്തെ പോലെ തന്നെയാണ്, മുൻകാലിൽ അതിന് മുട്ട്. 4 കാലികൾക്ക് അധികം അങ്ങനെ തന്നെയാണ്. മുൻകാലിലാണ് എന്തുണ്ടാവുക? റുക്കുബത്ത് ഉണ്ടാവുക. അതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെയാണ് വീഴുക ചെയ്യുക. അത് നിങ്ങൾ ചെയ്യരുത് എന്നാണ് നബി പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? മുട്ട് വെക്കരുത്. പക്ഷേ ചില ആളെന്താക്കി വെച്ചാൽ അവിടെ മുട്ട് എന്നുള്ളത് വിട്ടിട്ട് അത് കയ്യാക്കി, അതതിൻ്റെ കയ്യാണല്ലോ. അപ്പോൾ അത് കയ്യല്ല ആദ്യം വെക്കണത്, അപ്പോൾ അത് നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അപ്പോൾ മുട്ട് വെക്കണം എന്നാക്കി. പക്ഷേ ഹദീസിൻ്റെ അവസാനം വ്യക്തമാണ്, വൽയള യദൈഹി, അവൻ്റെ 2 കൈയും വെക്കട്ടെ, ഖബ്ല റുക്ബതൈഹി, 2 കാൽമുട്ടുകളും വെക്കുന്നതിന് മുമ്പ്. അപ്പോൾ അത് വ്യക്തമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം വെക്കേണ്ട എന്താണ്? പിന്നെ ചില റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കാൽമുട്ട് വെക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ റിവായത്തുകളുണ്ട്. എല്ലാം ദുർബലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കാൽമുട്ട് വെക്കുന്നു